കാർഷിക വിളവെടുപ്പ് മഹോത്സവമായ വിഷു എത്തിക്കഴിഞ്ഞു. നമുക്ക് കണിവെക്കാനും സദ്യക്കുമൊക്കെയായി പച്ചക്കറികൾ എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതിന് ഒരു മാറ്റമുണ്ടാകേണ്ടേ? വിഷരഹിതമായ പച്ചക്കറികൾ മതിയെന്ന് ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് കണ്ണൂർ തലശ്ശേരിയിലെ വടക്കുംപാട് ഗ്രാമം. അങ്ങനെ ഇക്കുറി വിഷുവിന് 100 മേനിയാണ് വിളവെടുപ്പ്. നമ്മുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് സാധാരണയായി കാണുന്ന കറിവേപ്പില പോലും ഇന്ന് വിഷമയമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തവണത്തെ വിഷുവിന് വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിച്ചതാണ് മാറ്റങ്ങൾക്ക് കാരണം. വടക്കുംപാട് 16-ാം വാർഡുകാർ ചിന്തിക്കുക മാത്രമല്ല, പ്രാവർത്തികമാക്കുകയും ചെയ്തു. വിഷരഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെ നാട്ടിലെ സ്വയം സഹായ കർഷക കൂട്ടങ്ങൾ സംയോജിത പച്ചക്കറി കൃഷി തുടങ്ങിയത്. പഞ്ചായത്തിന്റെയും കൃഷിഭവൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിഭവന് വിത്തുകൾ പിന്നെ എല്ലാ സഹകരണങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിഷു വരെ നമ്മൾ പച്ചക്കറി ചെയ്യും. വടക്കുംപാട് പരേത്ത് വയലിലാണ് കർഷക കൂട്ടം തരിശായ 60 സെന്റിൽ കൃഷി ഇറക്കിയത്. ചീര, വെള്ളരി, വെണ്ട, പയർ, പാവയ്ക്ക തുടങ്ങിയവയാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്തത്. വിഷുക്കാലത്തിന് മുന്നോടിയായി നാട്ടുകാർക്കിടയിൽ തന്നെയാണ് മിതമായ നിരക്കിൽ പച്ചക്കറികൾ വിൽക്കുന്നതും. ഇക്കുറി വിഷുസദ്യയുണ്ണാൻ ഈ പച്ചക്കറിയാണ് തങ്ങൾ ഉപയോഗിക്കുകയെന്നത് കർഷക കൂട്ടം പ്രവർത്തകർ പറയുന്നു. വെണ്ട, പയർ, വെള്ളരി, ചീര, പൊട്ടിക്ക ഇവയൊക്കെയാണ് കൃഷി ചെയ്തത്. അത് മോശമില്ലാതെ വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4-ാം ഘട്ട വിളവെടുപ്പിൽ 100 മേനി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷിയും സംഘവും. കാട്ടുപന്നിയുടെ ശല്യം മറികടന്നാണ് കർഷകർ കണ്ണിലെ കൃഷ്ണമണി പോലെ പച്ചക്കറി കൃഷിയെ സംരക്ഷിച്ചത്. ഈ ജാഗ്രതയ്ക്ക് ഫലവുമുണ്ടായി. പഞ്ചായത്തിന്റെ മറ്റു വാർഡുകളിലും വിഷരഹിത പച്ചക്കറി വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് എരഞ്ഞോളി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഓണത്തിന് പൂക്കൾ ഉൾപ്പെടെ കൃഷി വ്യാപകമാക്കാനാണ് പദ്ധതി. KP സജിത്, രമേശൻ, N ചിത്ര, TP ഷൈമ, M യമുന, കമല എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. സമകാലിക മലയാളം, കണ്ണൂർ.